if alpha satisfies the equation x square plus x plus 1 is equal to 0, 1 plus alpha whole raised to 7 is equal to a plus b alpha plus c alpha square abc greater than or equal to 0, then 5 into 3a minus 2b minus c is equal to. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കറിയാം എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 is equal to 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൊല്യൂഷൻസ് ഒമേഗയും ഒമേഗ സ്ക്വയർ ആണ്. അപ്പോൾ ആൽഫയായിട്ട് നമുക്ക് ഒന്നെങ്കിൽ ഒമേഗ എടുക്കാം അല്ലെങ്കിൽ ഒമേഗ സ്ക്വയർ എടുക്കാം, ഏത് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ നമ്മൾ ആൽഫ is equal to ഒമേഗ വെച്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് 1 പ്ലസ് ആൽഫ റേസ് ടു 7 എന്ന് പറഞ്ഞാൽ 1 പ്ലസ് ഒമേഗ ഹോൾ റേസ് ടു 7 ആണ്. 1 പ്ലസ് ഒമേഗ എന്ന് പറയുന്നത് മൈനസ് ഒമേഗ സ്ക്വയർ ഹോൾ റേസ് ടു 7 ആണ്. സോ ദിസ് ഇസ് മൈനസ് ഒമേഗ റേസ് ടു 14 ആണ്. നമുക്കറിയാം എന്താ 1 പ്ലസ് ഒമേഗ സ്ക്വയർ 0 ആയതുകൊണ്ടാണ് ഈ 1 പ്ലസ് ഒമേഗനെ മൈനസ് ഒമേഗ സ്ക്വയർ എന്ന് എഴുതിയത്. അതുപോലെ ഈ ഒമേഗ റേസ് ടു 14 എന്ന് പറഞ്ഞാൽ ഒമേഗ റേസ് ടു 12 ഇൻറ്റു ഒമേഗ സ്ക്വയർ ആണ്. ഒമേഗ റേസ് ടു 12 1 ആണ്. സോ ദിസ് ഇസ് ഒമേഗ സ്ക്വയർ, ദിസ് ഇസ് മൈനസ് ഒമേഗ സ്ക്വയർ. ഇനി നമ്മളവർ പറഞ്ഞിട്ടുണ്ട് എന്താണ് കോഎഫിഷ്യൻസ് പോസിറ്റീവ് ആവുന്ന രീതിയിൽ നോൺ നെഗറ്റീവ് ആവുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം മൈനസ് ഒമേഗ സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? മൈനസ് ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് ഒമേഗയാണ്. അപ്പോൾ ബേസിക്കലി ഇത് 1 ടൈംസ് ആൽഫ പ്ലസ് 0 ടൈംസ് ആൽഫ സ്ക്വയർ എന്ന് മാറ്റി എഴുതി അവർ പറഞ്ഞ പോലെ. അപ്പോൾ ഇയർ എ ഇസ് 1, ബി ഇസ് 1, സി ഇസ് ഈക്വൽ ടു 0 ആണ്. ഓക്കെ, ഇതെല്ലാം കൊടുത്തു. ഇനി എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 5 ഇൻറ്റു 3 മൈനസ് 2 മൈനസ് 0. സോ ദി ആൻസർ വിൽ ബി 5. 5 ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ.